നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തിയുടെ ജീവിത വളർച്ചയും ജീവിത രീതിയെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഭരണി നക്ഷത്രക്കാരുടെ സ്വഭാവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. എന്നാൽ ഇവർ ശുദ്ധഹൃദയരും ആർക്കും ദോഷം ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. അഭിപ്രായ പ്രകടനങ്ങളിൽ ഇവർ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാറില്ല. സഹിക്കുവാനും അടക്കുവാനുമുള്ള ശക്തി ഇവർക്ക് വളരെ കുറവായിരിക്കും. എത്ര ഉപകാരമുള്ളവരോടും ബന്ധപ്പെട്ടവരോട് പോലും നിസാര കാരണങ്ങളാൽ ഇവർ ശോഭിക്കുന്നത് കാണാം. എന്നാൽ തൻ്റെ തെറ്റ് ബോധ്യപ്പെടുകയോ എതിരാളിയിൽ നിന്ന് ക്ഷമിക്കത്തക്ക പ്രകടനങ്ങളുണ്ടാകുകയോ ചെയ്താൽ സകല വൈരാഗ്യവും നിശേഷം മറന്ന് പൂർണ്ണമായ ആത്മാർത്ഥതയോടെ ഇവർ സഹകരിക്കും. വിനയത്തോടും നയത്തോടും പെരുമാറുവാൻ ഇവർക്ക് വളരെ പ്രയാസമാണ്. അഭിമാനികളും എല്ലാ വിഷയങ്ങളിലും അറിവുള്ളവരുമായിരിക്കും ഇവർ. ഏതു കാര്യവും ഗ്രഹിക്കുവാനും ചുഴിഞ്ഞു നോക്കുവാനുമുള്ള കഴിവും സാമർഥ്യവും ഇവർക്കുണ്ട്. പൊതുകാര്യങ്ങളിൽ ഇവർക്ക് വളരെ ശോഭിക്കുവാൻ കഴിയുമെങ്കിലും വലിയ എതിരുകളും നഷ്ടങ്ങളുമാണ് മിക്കപ്പോഴും മിച്ചം കിട്ടുന്നത്. ആരെയും വകവയ്ക്കാത്ത പ്രകൃതക്കാരായിരിക്കും ഇവർ. ആജ്ഞാശക്തിയും അധികാരപ്രഭാവവും പ്രകടിപ്പിക്കേണ്ടുന്ന അവസരങ്ങളിൽ ഇവരത് വേണ്ടവിധം പ്രയോഗിക്കും. ഇവർക്ക് നിർബന്ധ ബുദ്ധി കൂടുമെങ്കിലും ശുദ്ധഹൃദയരാണ്. ഇവരുടെ ജീവിതം മൊത്തത്തിൽ ഗുണദോഷ സമ്മിശ്രമാകയാൽ നല്ലതെന്നോ ചീത്തയെന്നോ ഒരു പ്രത്യേക കാലം ഇവരെ സംബന്ധിച്ച് പറയുവാൻ നിർവാഹമില്ല. ഇവർക്ക് 33 വയസ്സിനു മേൽ സ്വതന്ത്രവും ശ്രേയസ്കരവുമായ ഒരു ജീവിതമായിരിക്കും വരിക. പൈതൃകമായ ഗുണങ്ങളും സഹോദരങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളും ഇവർക്ക് കുറവാണ്. ഭരണി നക്ഷത്രക്കാർ മധ്യമമായ ശരീരപ്രകൃതിക്കാരായിരിക്കും. ഇവർ പൊക്കം കുറഞ്ഞവരായിരിക്കും. അല്പമായ തലമുടി, പ്രസന്നമായ മുഖഭാവം, വിശാലമായ നെറ്റി, ചൈതന്യമുള്ള കണ്ണുകൾ, ഭംഗിയുള്ള പല്ലുകൾ ഇവയധികവും ഇവരുടെ ലക്ഷണങ്ങളാണ്. സ്ഥായിയായ രോഗങ്ങളോ കാര്യമായ ശരീരപീഡകളോ ഒന്നും സാധാരണയായി ഇവരെ ബാധിക്കാറില്ല. ലഘുഭക്ഷണപ്രിയരായിരിക്കും ഇവർ. മറ്റു പലരുടെയും ദൃഷ്ടിയിൽപ്പെടാത്ത പോയിന്റുകളും തെറ്റുകളും ഇവർ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു. ഈ ഒരു പ്രത്യേക സാമർഥ്യം ഇവരെ നല്ല നിരൂപകരും ഉപദേഷ്ടാക്കളുമാക്കി തീർക്കാറുണ്ട്. സ്വന്തം അനുഭവങ്ങളിൽ ഇവരെ നിയന്ത്രിക്കുന്നത് വാശിയോ ആദർശനിഷ്ഠയോ അഭിമാനബോധമോ നിർബന്ധശീലമോ ആയിരിക്കും. ജീവിത അവസാനം വരെ പരിശ്രമിക്കുന്ന ഇവർ കർമ്മയോഗത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഉദ്യോഗത്തിലും വ്യവസായത്തിലുമെല്ലാം ഇവർക്ക് ശോഭിക്കുവാൻ കഴിയും. കൃഷിയിലോ കൈത്തൊഴിലിലോ എന്നുവേണ്ട എല്ലാത്തരം തൊഴിലുകളിലും ഇവർ കൃത്യബോധത്തോടെയും ഉത്തരവാദിത്വത്തോടെയും പ്രവർത്തിക്കുന്നു. സഹായികളും ഉപകാരികളുമെല്ലാം ഇവർക്ക് ഒടുവിൽ ശത്രുക്കളായി തീരാറുണ്ട്. ഉപകാരസ്മരണ ഇവർക്ക് കുറയുമെന്നാണ് ഇതിനു കാരണം. ആരുമായി ദീർഘകാലം സൗഹൃദം ഇവർക്കുണ്ടാകുന്നതല്ല. ദാമ്പത്തിക ജീവിതത്തിൽ ഈ നാളുകാർ മിക്കവാറും സന്തുഷ്ടരാണ്. കുടുംബഭരണത്തിൽ സമർത്ഥരും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇപ്പറഞ്ഞ ഫലങ്ങളിലധികവും അനുയോജ്യമായിരിക്കും. ഭരണശക്തിയും മേധാവിത്വവും അല്പം കൂടുതലായിരിക്കും. ഭർത്താവിനെ കൊണ്ടോ ഭർത്തൃ കുടുംബത്തെ കൊണ്ട് ദുരിതങ്ങൾ കൂടെ കൂടെ ഉണ്ടാവുന്നതാണ്. നല്ല പരിശ്രമവും കാര്യകാരണ വിവേചന ശക്തിയും ഏതിനും നല്ല കഴിവും ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കുണ്ടായിരിക്കും. ഭരണിയുടെ ദശാനാഥൻ ശുക്രനാണ്. ജനനം ശുക്രദശയിൽ, തുടർന്ന് ആദിത്യദശ, ചന്ദ്രദശ, ചൊവ്വാദശ, രാഹുർദശ, വ്യാഴദശ, ശനിദശ എന്നിങ്ങനെ ക്രമത്തിൽ ദശാകാലങ്ങൾ കടന്നുപോകുന്നു.